ICICI സെക്യൂരിറ്റീസിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. നിലവിൽ ഇപ്പോൾ ബജാജ് കൺസ്യൂമർ കെയറിന് ICICI സെക്യൂരിറ്റീസ് ഒരു ബൈ റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ടാർഗറ്റ് പ്രൈസായിട്ട് നിലവിൽ ഇപ്പോൾ 400 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 279 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ ബജാജ് കൺസ്യൂമർ കെയറിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഏകദേശം ഒരു 35% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നിലവിലിപ്പോൾ ഓഹരിക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നൊരു വ്യൂ പോയിൻ്റാണ് നിലവിലിപ്പോൾ ICICI സെക്യൂരിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിലവിലൊരു ടേൺ അറൗണ്ട് ഫേസിലാണ് നിലവിലിപ്പോൾ ബജാജ് കൺസ്യൂമർ കെയർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു വ്യൂ പോയിൻ്റാണ് ICICI പങ്കുവച്ചിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ വോളിയം ഗ്രോത്ത് ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും രണ്ടാം പാദം പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂവിൽ ഏകദേശം ഒരു 13% ഒരു വർധനവുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ ഒരു ആൽമണ്ട് ഡ്രോപ്പ് ഹെയർ ഓയിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അഥവാ ADHO സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഒരു മിഡ് സിംഗിൾ ഡിജിറ്റ് വാല്യൂ ഗ്രോത്ത് ഒക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് വോളിയം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലും ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ പുതിയ കാറ്റഗറീസിലേക്കും ബ്രാൻഡ് ഇപ്പോൾ തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കോക്കനട്ട് ഓയിൽ, അതായത് ബഞ്ചാര എന്ന് പറയുന്ന കോക്കനട്ട് ഓയിലൊക്കെ തന്നെ ബ്രാൻഡ് ഇപ്പോൾ അക്വയർ ചെയ്തുകൊണ്ട് മികച്ച രീതിയിലുള്ളൊരു ബിസിനസ് ഇതിലും രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഡിജിറ്റൽ ബിസിനസ്സിലേക്കും നിലവിലിപ്പോൾ ബജാജ് കൺസ്യൂമർ കെയർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതും ഈ ഒരു സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹൈ ടീൻ ഗ്രോത്ത്, അതായത് 15, 16, 17 എന്ന് പറയുന്ന ഒരു നിരക്കിലേക്കുള്ള ഒരു ഗ്രോത്തും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും.